നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ മിത്ര. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് നടുവേദന. അപ്പം എല്ലാ നടുവേദനയും ഡിസ്ക് റിലേറ്റഡ് ആവണമെന്നില്ല. അപ്പം നടുവേദനയ്ക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്ന പ്രയാസങ്ങൾ അല്ലെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു കാരണമാണ്. അതുപോലെ തന്നെ പേശികൾക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അതുപോലെ തേയ്മാനം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നടുവേദന ഉണ്ടാവാറുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ലുകൾക്കിടയിൽ, അതായത് നമ്മുടെ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഡിസ്ക്. അപ്പോൾ ഈ ഡിസ്കിലേക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദം വരുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന തള്ളൽ ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള നട്ടെല്ല് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഈ ഡിസ്കിന് സംഭവിക്കുന്ന സമയത്തും തള്ളൽ ഉണ്ടാവുകയും നടുവേദന വരുന്നതും കാണാറുണ്ട്. അതുപോലെ ഈ തള്ളി വരുന്ന ഡിസ്ക് അതുവഴിയുള്ള ഞരമ്പുകളെ കംപ്രഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കാലുകളിലേക്ക് തരിപ്പ് പോലുള്ള പ്രയാസങ്ങൾ, സയാറ്റിക്ക പോലുള്ള ബുദ്ധിമുട്ടിലേക്കും നയിക്കാറുണ്ട്. അപ്പം എന്തുകൊണ്ടൊക്കെ ഈ നടുവേദന വരാം എന്ന് പറയുമ്പോൾ ജന്മനാ നട്ടെല്ലിനുണ്ടാവുന്ന പ്രയാസങ്ങൾ കൊണ്ട് നടുവേദന വരാറുണ്ട്. അതുപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നടുവേദനയിലേക്ക് നയിക്കുന്നത് കാണാറുണ്ട്. പിന്നെ അധിക നേരം നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് നട്ടെല്ലിന് സമ്മർദ്ദം വരുന്ന രീതിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും അത് നടുവേദന എന്നുള്ളൊരു പ്രയാസത്തിലേക്ക് പോവാറുണ്ട്. പിന്നെ നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ച കാര്യങ്ങൾ, ആ ഒരു പ്രയാസങ്ങൾ കുറേ കാലം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് നടുവേദന ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നടുവേദന വരാറുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോഴും കാലിലേക്ക് ഉണ്ടാവുന്ന തരിപ്പ്, വലിച്ചിൽ, കടച്ചിൽ, പുകച്ചിൽ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷണങ്ങളിലേക്ക് വരാറുണ്ട്. അതായത് നടുവിൻ്റെ ഭാഗത്ത് മാത്രമല്ല, അത് കാലിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്കും എത്താറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിനെപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ആഴ്ചയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നടുവേദന നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്ടറെ കണ്ട് അതിനനുസരിച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ നമ്മൾ അഭ്യംഗം, കടിവസ്തി, പിഴിച്ചിൽ, വിവിധതരം കിഴികൾ, ലേപനങ്ങൾ തുടങ്ങിയവയൊക്കെ കോമ്പിനേഷൻ ആക്കിയിട്ട് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് വഴി മസിൽസ് റിലാക്സ്ഡ് ആവാനും അതുപോലെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഡിസ്കിൻ്റെ ഇടയിലുള്ള നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പോസ്ചറൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നിർബന്ധമാണ്. അതുപോലെ തന്നെ വ്യായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പ്രയാസത്തിന് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്.